അടിയും എന്നുണ്ട്. പക്ഷെ പോലീസ് സംവിധാനം പോലും ഇന്നലെ ഞാൻ പ്രദേശത്ത് കണ്ടില്ല. കേട്ടോ സാർ, ഞാൻ പറഞ്ഞില്ലേ സാർ, ഇന്ന് രാവിലെ ഞാൻ തന്നെ യോഗം വിളിച്ച എല്ലാ പോലീസ് സൂപ്രണ്ടും കളക്ടറും ഉൾപ്പെടെ ഉള്ളവരുടെ യോഗം ഇന്നലെ ഞാൻ വിളിച്ചു. ഇന്നലെ അതിനനുസരിച്ചാണ് ഈ പിന്നെ ഓയിലിന്റെ പ്രശ്നമുണ്ട്, കണ്ടെയ്നറിന്റെ പ്രശ്നമുണ്ട്. അത് എങ്ങനെ ഇവിടെ കണ്ടില്ല സാർ, ഈ പ്രദേശം സ്ഥലത്ത് കണ്ടില്ല. അതല്ല പറഞ്ഞ രാവിലെ 6 ഇതൊന്നും പൊട്ടിയിട്ടില്ല ഈ ബാഗുകളും. ഇപ്പൊ 2 മണിയായി. ഈ 2 മണി വരെ ഇതൊന്നും നീക്കാനുള്ള യാതൊരു നടപടികളും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ ഇത്ര 7 മണിക്കൂർ ഈ കസ്റ്റംസിനെ എങ്ങനെ വെയിറ്റ് ചെയ്യാനാണ് ഞങ്ങൾ പ്രദേശവാസികൾ ആശങ്കയിലാണ്. മുമ്പ് ഒരു ഇൻസിഡന്റ് സംഭവിച്ച 2 ദിവസമായി സ്ഥലം സംഭവിച്ചാണ്. ഇവിടെ ഇതിലെ പോയപ്പോ സംഭവിച്ചാണെങ്കിൽ നമുക്ക് പറയാം. മുൻകരുതൽ എടുത്തിട്ടില്ല. 7-8 മണിക്കൂറായിട്ട് പോലും കൊച്ചിയിൽ നിന്ന് കസ്റ്റംസ് വരണമെങ്കിൽ 8 മണിക്കൂർ വേണം. എനിക്കറിയാവുന്നവരും നിങ്ങൾ ആരും വേറെ ഒരു പ്രശ്നം നോക്കണ്ട. അവരെ എനിക്കറിയാവുന്നവരും എനിക്ക് ഏറ്റവും സൗഹൃദം എനിക്ക് നല്ല അറിയാവുന്നവരല്ലേ ഈ മുഖങ്ങളല്ല. അതുകൊണ്ടായി പറഞ്ഞു ഒരു മുഖം നോക്കണ്ട. നിങ്ങൾക്കുള്ള പരാതികളും പ്രശ്നങ്ങളും ഒക്കെ നോക്കാൻ കഴിക്കാം. നമുക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ എവിടെ അടുക്കുമെന്നതിനെ കുറിച്ച് തന്നെ ധാരണയില്ല. കോസ്റ്റ് ഗാർഡ് അടക്കമുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇന്നലെ സംസാരിക്കുകയാണ്. ഞങ്ങളൊക്കെ എല്ലാം ഇപ്പൊ ഇന്ന് തന്നെ വെച്ചിരുന്ന പരിപാടികളെല്ലാം മാറ്റി വെച്ച അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നൊക്കെ റീജിയണൽ ക്യാബിനറ്റ് വെച്ച് നടക്കുന്നത്. അതൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചാൽ ഇവിടെ തന്നെ നിൽക്കുന്നതിനാണ് രാവിലെ ഇങ്ങനെ സംഭവം നടന്നത്. ഇപ്പം ഞാൻ വരുന്ന എന്റെ അടുത്തും ഈ പ്രശ്നമുണ്ട്. നടക്കേണ്ട സംഭവം ഒറ്റമശ്ശേരി അടക്കമുണ്ട്. എനിക്ക് പ്രശ്നമുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം നോക്കിയിട്ട് ഓരോ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് കസ്റ്റംസും മറ്റുള്ളവർക്കുമാണ് ഇല്ലാത്തുള്ളത്. ചിലതെല്ലാം നമുക്ക് തൊടാൻ പോലും പാടില്ല. 8 മണിക്കൂർ ആയില്ലേ സാർ? അതാണ് ഞങ്ങൾ ആശങ്ക. അതാണ് കൊച്ചിയിൽ ഒരു വണ്ടി ഓടി വരാൻ 8 മണിക്കൂർ എത്തി. 2 ദിവസം മുമ്പേ അറിഞ്ഞൊരു കാര്യം സംഭവിക്കും എന്നറിഞ്ഞൊരു കാര്യം. ഒരു ആക്സിഡന്റ് നമ്മൾ സംഭവിച്ചു കഴിയുന്നതല്ല. 2 ദിവസം മുമ്പ് നമ്മൾ അറിഞ്ഞതാ ഈ തീരപ്രദേശം ഉണ്ടാവുമെന്നുള്ളത്. എന്നിട്ട് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ സാറേ, ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്താണ് ഇത് കെമിക്കൽ ആയിരുന്നെങ്കിൽ ഈ പ്രദേശം എന്തായിരുന്നു? ഇത് കെമിക്കൽ ആയിരുന്നുവെങ്കിൽ ഈ പൊട്ടിയ ബാഗ് കെമിക്കൽ ആയിരുന്നുവെങ്കിൽ 6 മണി മുതൽ ഇപ്പം 2 മണി വരെ എന്താവും ഈ ഇവിടുത്തെ അവസ്ഥ? മനുഷ്യന്റെ അവസ്ഥ, ഈ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കണക്ക് ഉൾപ്പെടാത്ത അവസ്ഥ. ബോളുകൾ വെച്ചും ഒക്കെ ഈ ഓയില് നമ്മുടെ ഈ വഴി മറ്റിടങ്ങളിൽ അകത്തേക്ക് പൊഴികൾ വഴി അകത്തേക്ക് കയറുന്നത് അതിനുള്ളൊക്കെ എടുത്തു. അപ്പൊ ഇന്നലെ ഏതാണ്ട് ഉച്ച മുതൽ തന്നെ നമ്മുടെ ജില്ലാ ഭരണകൂടവും സംവിധാനവും എല്ലാം ലേറ്റാവും. അപ്പൊ ഇത് ഇവിടേക്ക് അടുക്കുമോ നമുക്കറിയില്ല. അന്നേരം 12 നോട്ടിന് അപ്പുറത്താണ് കിടക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഇതിപ്പോ അടുത്ത് 6 മണിക്കാണ്. അതെ, രാവിലെ 6 മണിക്ക്. ഇപ്പൊ ഏകദേശം 8 മണിക്കൂറായി. അപ്പൊ അതിനുള്ളിൽ ഇതിനുള്ള നടപടി ഉണ്ടായില്ലെന്നുള്ളത് നമുക്ക് ദേശവാസികൾ പറയുന്ന ഒരു വീഴ്ച. സ്വാഭാവികമായിട്ടും അത് അവർ പറഞ്ഞതൊരു ന്യായമായ കാര്യമാണ്. ആശങ്കയുണ്ട്. നമ്മളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അതനുസരിച്ചിട്ട് എന്താണ് സംഭവിച്ചത് ഇപ്പൊ എനിക്ക് പ്രതികരിക്കാൻ പറ്റൂല എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ തീർച്ചയായിട്ടും ആ കാര്യം നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പോത്തുള്ളൂ. അപ്പോൾ കസ്റ്റംസുകാർ വന്നതിന് ശേഷം നമുക്കതിനകത്ത് വന്നുകൊണ്ടിരിക്കണം എന്തുകൊണ്ടാണ് ആ സംഭവിച്ചത് ഇപ്പൊ എങ്ങനെ ഞാൻ പറയുന്നത് അറിയണം. സാറൊരു ഇവിടേക്ക് ഇതെല്ലാം വന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന കസ്റ്റംസിന്റെ ആത്മാവ് വന്നതിന് ശേഷമാണ് അത് നോക്കിയിട്ട് അത് തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. കസ്റ്റംസുകാർ വൈകിട്ടുണ്ട് എന്നുള്ളതാണ് ജനങ്ങളും പറയുന്ന കാര്യം. രാവിലെ തന്നെ അറിയിച്ചതാണ് കസ്റ്റംസിന്റെ ആളുകളെയും. അവരുടെ ഭാഗത്ത് നീ അത് എന്താണ് സംഭവിച്ചത് ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ തയ്യാറാവുന്നില്ല. പിന്നീട് ആ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം തീർച്ചയായിട്ടും ഈ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരാശങ്ക ഉണ്ടാവും. കാരണം ഇത്തരം വാർത്തകളെല്ലാം വരികയും കൂടി ചെയ്തിട്ടുണ്ട്. ഞങ്ങളും ആ ആശങ്കയിൽ തന്നെയാണ് നിൽക്കുന്നതെല്ലാം. ആശങ്ക ഈ തീരത്തുള്ള ഞങ്ങൾക്ക് മാത്രമല്ല, ഒരു ഗവൺമെന്റിന്റെ ഭാഗമായി ഞങ്ങൾ പറയുന്നു. കാരണം ഇന്നലെ ഞായറാഴ്ച ഉച്ചയ്ക്ക് തന്നെയും വളരെ ഇക്കാര്യത്തിനകത്ത് അടിയന്തരമായ യോഗമെല്ലാം ചേരുന്നതിലേക്ക് എത്തിയത് ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവിടുന്ന അടിസ്ഥാനത്തിലാണ്. എന്തും കടലിൽ നടക്കട്ടെ എന്നൊരു അടിസ്ഥാനത്തിലല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഗൗരവം ഉണ്ട്. ആ ആശങ്ക ജനത്തിനുണ്ടാവുക സ്വാഭാവികം തന്നെയാണ്. ഇവിടെയാണെങ്കിൽ ഇപ്പം ആ കണ്ടെയ്നർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ കരയോത്തിന്റെ സെക്രട്ടറി വെള്ളം ഒഴുകി വരുന്ന സാഹചര്യമുണ്ട്. അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇത് നമുക്ക് ആർക്കെങ്കിലും കയറി മാധ്യമ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ നമുക്കോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പോലീസിനോ ഈ പറയുന്ന ആൾക്കാർക്കൊന്നും ഈ കാര്യത്തിൽ പരിശീലനം കിട്ടുള്ളവരൊന്നും അല്ല. നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ആദ്യത്തെ സംഭവമാണ്. അപ്പൊ പോലീസൊന്നും അല്ല ചെയ്യേണ്ടതല്ല. പോലീസ് എന്തെങ്കിലും സംഭവം അടിയിരിക്കുന്നു, തകരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ആദ്യം വരുന്ന വിവരങ്ങളെല്ലാം. പിന്നെ തകരുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പൊ കസ്റ്റംസിന്റെ ആളുകൾ രാവിലെ തന്നെ കളക്ടർ ഇവിടെ എത്തി. കസ്റ്റംസിന്റെ ആൾക്കാർ എത്തുമ്പോൾ മാത്രമേ ഈ കാര്യത്തിനകത്ത് ഒരു മറ്റു നടപടികളിലേക്ക് നീങ്ങാൻ കഴിയുള്ളൂ. രാവിലെ മുതൽ തന്നെ ജില്ലാ കളക്ടർ എന്ന ഇടത്തിൽ തന്നെ ശ്രീ അലക്സ് വർഗീസ് ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ് രാവിലെ മുതൽ തന്നെ. അത് ഗവൺമെന്റ് നിശ്ചയിച്ചതിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിലേക്കെല്ലാം എത്തുന്നത്. ഇനി കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരാണ് ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതല്ല. അതെനിക്ക് അവരുമായിട്ട് ഒരു സംസാരവും നടത്താതെ
ഞാനതിപ്പോ കയറി പറയുന്നത് ശരിയല്ലല്ലോ. എന്താണ് എന്തുകൊണ്ടാണ് അവർക്ക് വൈകിയത്, എന്തുകൊണ്ടാണ് സംഭവിച്ചതിനെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ പ്രതികരിക്കുന്നത്. നാട്ടുകാരുടെ ആശങ്ക കസ്റ്റംസുമായി പങ്കുവെക്കും. തീർച്ചയായിട്ടും. അല്ല, അത് ആദ്യം ഇതിനകത്ത് ആശങ്ക ഇതിനകത്ത് എന്താണ് എന്നുള്ളതും എങ്ങനെയാണിത് മാറ്റേണ്ടതെന്നുള്ളതിനെ കുറിച്ചും അവർ വന്ന് നോക്കി ആ കാര്യം അടിയന്തരമായി തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അതുവരെയും ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ഉണ്ടാവും. ആ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ജനങ്ങളുടെ ഒരു ആശങ്ക ഈ തരത്തിൽ ഉയർന്ന പശ്ചാത്തലത്തിലാണ് നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് തീരുമാനിച്ചത്. ഇക്കാര്യത്തിൽ അതിന്റെ പരിഹാര നടപടികൾ സ്വീകരിച്ച ശേഷം മാത്രമേ ഞങ്ങൾ കൂടുതൽ പോകും. ഇന്ന് തന്നെ കടലിൽ നിന്ന് നീക്കം ചെയ്യാൻ നടപടികൾ അത് അവരോട് വന്നു കഴിഞ്ഞാൽ എന്താണോ പറയുന്നത്, സംസ്ഥാന സർക്കാരിന്റെ സംവിധാനം ഉപയോഗിച്ച് എന്തെല്ലാമാണ് ചെയ്യുന്നത് ആ കാര്യത്തിലെല്ലാം ചെയ്യാൻ ഞങ്ങൾ ചേട്ടാ ഇത് കഴിയട്ടെ ചേട്ടാ ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ